ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പൊസിഷൻ ക്ലാസ്സസ് ആണ്. സോ ബൂട്ട്സ്ട്രാപ്പിലെ വ്യത്യസ്തമായ പൊസിഷനുകൾ നമുക്ക് ഒരു എലമെൻറ്റിനെ എങ്ങനെ അസൈൻ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിത് CSS ൽ പഠിച്ച അതേ പൊസിഷൻ തന്നെയാണ്. സോ നമ്മൾ ക്ലാസ് നെയിം പൊസിഷൻ സ്റ്റാറ്റിക്, പൊസിഷൻ റിലേറ്റീവ് എന്നിങ്ങനെ കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സോ സ്റ്റാറ്റിക് ആയാലും നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഡീഫാൾട്ട് ആയിട്ടുള്ള സ്റ്റൈലാണ്. സോ ബാക്കി മറ്റു പൊസിഷനുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ ടോപ്പ്, ബോട്ടം, അതുപോലെ ലെഫ്റ്റ്, റൈറ്റ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു എലമെൻറ്റിനെ നമുക്ക് സ്ക്രീനിൽ ഏത് ഭാഗത്തോട്ടും മൂവ് ചെയ്യിക്കാൻ സാധിക്കും, സ്റ്റാറ്റിക് ഒഴികെയുള്ള മറ്റേത് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ. സോ ഇവയെല്ലാം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി ഒരു 3 div എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. 3 div എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യത്തിൻ്റെ ക്ലാസ് നമ്മൾ div1 എന്ന് കൊടുക്കുന്നു. രണ്ടാമത്തേതിൻ്റെ div2, മൂന്നാമത്തേതിൻ്റെ നമുക്ക് div3 എന്ന് കൊടുക്കാം. സേവ് ചെയ്യാം. അതിനുശേഷം മൂന്നിൻ്റെയും ഇടയിൽ നമുക്കൊരു BR ടാഗ് കൊടുക്കാം. സോ നമുക്കൊരു ലൈൻ ഗ്യാപ്പ് കിട്ടുന്നതായിരിക്കും BR. അതിനുശേഷം നമുക്ക് മൂന്നിനും പ്രത്യേക കളേഴ്സും മറ്റും കൊടുക്കാം. സോ ഞാൻ div1 വിഡ്ത്ത് ഒരു 100 പിക്സൽ കൊടുക്കുന്നു. അതുപോലെ ഹൈറ്റ് 100 പിക്സൽ കൊടുക്കുന്നു. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ റെഡ് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. അതുപോലെ ഈ ഒരു div1 ഞാൻ കോപ്പി ചെയ്യുന്നു, താഴോട്ട് പേസ്റ്റ് ചെയ്യുന്നു. div2 75 പിക്സൽ കൊടുക്കാം. 75 ഹൈറ്റും ഞാൻ 75 കൊടുക്കുന്നു. കളർ നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം. ബ്ലൂ കളർ സേവ് ചെയ്യാം. സോ രണ്ടാമത്തെ എലമെൻറ്റ് നമുക്ക് ലഭിച്ചു. ഇത് വീണ്ടും കോപ്പി ചെയ്ത് താഴോട്ട് പേസ്റ്റ് ചെയ്യുന്നു. div3 വിട്ട് നമുക്ക് 50 പിക്സൽ, ഹൈറ്റ് 50 പിക്സൽ, അതുപോലെ കളർ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. സേവ് ചെയ്യാം. സോ നമുക്ക് 3 എലമെൻറ്റ് ഇതുപോലെ നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് ഓരോ എലമെൻറ്റിനും നമുക്ക് നമ്മുടെ പൊസിഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. സോ ആദ്യമായി വരുന്നത് പൊസിഷൻ സ്റ്റാറ്റിക് ആണ്. സോ പൊസിഷൻ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് വലിയ മാറ്റം ഉണ്ടായിരിക്കുകയില്ല, ഡീഫാൾട്ട് ആയിട്ടുള്ള പൊസിഷനാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു മാറ്റം കൂടെ കാണില്ല. സോ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം അതുപോലെ ലെഫ്റ്റ് റൈറ്റ് പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ലെഫ്റ്റിൽ നിന്നും ഒരു 50 പിക്സൽ കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു മാറ്റം ഉണ്ടായിരിക്കില്ല, കാരണം സ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഡീഫാൾട്ട് ആയിട്ടുള്ള പൊസിഷനാണ്. നമുക്ക് ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം, ടോപ്പ് തുടങ്ങിയ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ പഠിക്കുന്നത് റിലേറ്റീവ് ആണ്. സോ പൊസിഷൻ റിലേറ്റീവ് കൊടുക്കുന്നു. ഇവിടെ റിലേറ്റീവ് സേവ് ചെയ്യുന്നു. സോ റിലേറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ പ്രോപ്പർട്ടീസിലോട്ട് അത് മാറുന്നതായിരിക്കും. സോ നമ്മളിവിടെ നമ്മൾ സേവ് ചെയ്തില്ലായിരുന്നു. സോ നമ്മളിവിടെ ലെഫ്റ്റ് 50 പിക്സലാണ് കൊടുത്തത്. അത് 50 പിക്സൽ ദൂരത്തിലോട്ട് അത് മാറി. സോ നമ്മൾ 150 കൊടുത്തു കഴിഞ്ഞാൽ ആ 150 ദൂരത്തിലോട്ട് അത് മാറുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ടോപ്പിൽ നിന്നും ഒരു 100 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ നിന്നും 100 പിക്സൽ, അതുപോലെ ലെഫ്റ്റിൽ നിന്നും 150 പിക്സൽ ഇത് മാറുന്നതായിരിക്കും. സോ അതുപോലെ നിങ്ങൾക്കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൻ്റെ ഒറിജിനൽ പൊസിഷൻ എന്ന് പറയുന്നത് അതിന് നഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്നുമാണ് നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടീസ് അതിന് ലഭിക്കുന്നത്. പിന്നെ വരുന്നത് പൊസിഷൻ അബ്സല്യൂട്ട് ആണ്. പൊസിഷൻ അബ്സല്യൂട്ടും പൊസിഷൻ റിലേറ്റീവിനെ പോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ അതിന് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ അതിൻ്റെ ഏതൊരു പാരൻ്റ് എലമെൻറ്റ് പൊസിഷൻഡ് ആയിട്ടുള്ള പാരൻ്റ് എലമെൻറ്റിന് റിലേറ്റീവ് ആയിട്ടായിരിക്കും അത് ബിഹേവ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ div3 നമ്മൾ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ പൊസിഷൻ അബ്സല്യൂട്ട് എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്ത് സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ്, ബോട്ടം, അതുപോലെ ലെഫ്റ്റ്, റൈറ്റ് തുടങ്ങിയ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ div3 പോകുന്നു. div3 പോയതിന് ശേഷം ഞാനിവിടെ ടോപ്പ് ഒരു 50 പിക്സൽ കൊടുക്കാം. ടോപ്പ് 50 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ നിന്നും, സോ നമ്മൾ പൊസിഷൻ അബ്സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ പാരൻ്റ് എലമെൻറ്റിന് റിലേറ്റ് ആയിട്ടായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. സോ നമ്മളിവിടെ പൊസിഷൻ ടോപ്പ് 50 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാരൻ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡിവിൻ്റെ പാരൻ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ബോഡിയാണ്. സോ ബോഡിയുടെ ഈ ഭാഗത്ത് നിന്ന് മുകളിൽ നിന്നായിരിക്കും അത് നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദാഹരണമായി ഞാനിവിടെ ടോപ്പ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിരിക്കും അത് വരുന്നത്. സോ 50 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് മുകളിൽ നിന്ന് ഒരു ദൂരം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ലെഫ്റ്റ് ഒരു 50 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്നും അത്ര ദൂരം ലഭിക്കും. അതുപോലെ നമ്മളിത് റൈറ്റ് 50 പിക്സലായി കൊടുത്തു കഴിഞ്ഞാൽ സോ റൈറ്റിൽ നിന്നും നമുക്ക് ആ ഒരു ദൂരം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ റൈറ്റ് 0 പിക്സലായി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തോട്ട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും. സോ അതുപോലെ നമുക്ക് ബോട്ടം കൊടുക്കാം. ബോട്ടം 0 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിരിക്കും ലഭിക്കുക, കാരണം ബോട്ടം 0 പിക്സലാണ്, റൈറ്റ് 0 പിക്സലാണ്. സോ നമുക്ക് അതുപോലെ ഈ ഭാഗത്ത് വരണമെങ്കിൽ നമുക്ക് ബോട്ടം 0 പിക്സൽ, അതുപോലെ
ലെഫ്റ്റ് 0 പിക്സൽ കൊടുക്കാം. സോ അബ്സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമ്മുടെ എലമെൻറ്റിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. സോ ഇനി അതുപോലെ ഒന്ന് തൽക്കാലം ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാം. സോ പിന്നെ വരുന്നത് നമുക്ക് വരുന്നത് പൊസിഷൻ ഫിക്സഡ് ആണ്. സോ ഉദാഹരണമായി എനിക്ക് ഈ ഒരു ബ്ലൂ എലമെൻറ്റിനെ എനിക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്യണമെന്ന് നോക്കുക. സോ നമ്മൾ എത്ര സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വെബ് പേജ് നമ്മൾ എത്ര സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് എലമെൻറ്റ് മാറുന്നതായിരിക്കില്ല. സോ ഉദാഹരണമായി ഞാനിവിടെ പൊസിഷൻ ഫിക്സഡ് എന്ന് കൊടുക്കുന്നു. പൊസിഷൻ ഫിക്സഡ് സേവ് ചെയ്യുന്നു. ഏത് ഭാഗത്താണോ ഫിക്സ് ചെയ്യേണ്ടത് സോ നമുക്ക് അതും കൂടി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ഏത് ഭാഗത്താണ് ഫിക്സ് ചെയ്യേണ്ടത്? ഈ ഒരു ഭാഗത്താണ്. സോ നമുക്ക് റൈറ്റ് 0 പിക്സൽ, അതുപോലെ നമുക്ക് ടോപ്പ് ഒരു 500 പിക്സൽ കൊടുക്കാം. 500 പിക്സൽ സേവ് ചെയ്യാം. ഒരു 200 കൊടുക്കാം. സോ നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കും. ഇനി ഉദാഹരണമായി ഞാനിവിടെ കുറച്ച് കണ്ടൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോ ഞാനിവിടെ ഒരു പി എലമെൻറ്റ് ആഡ് ചെയ്യുന്നു. സോ ലോറം ഒരു 50 വേർഡ്സ് കൊടുക്കുന്നു. സേവ് ചെയ്യാം. നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും 50 വേർഡ്സ്. തൽക്കാലം ഇതിൻ്റെ പൊസിഷൻ നമുക്ക് അബ്സല്യൂട്ട് മാറ്റി കൊടുക്കാം. പൊസിഷൻ അബ്സല്യൂട്ട്. അതുപോലെ നമുക്ക് കുറച്ചുകൂടി വേർഡ് ആഡ് ചെയ്യാം. ലോറം ഒരു 100 വേർഡ് ആഡ് ചെയ്യാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് ഇത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഇപ്പോൾ നിങ്ങൾ കാണാം, നമ്മൾ നമ്മുടെ പേജ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഫിക്സഡ് എന്ന് പറയുന്ന പൊസിഷനിൽ കൊടുത്ത ആ ഒരു എലമെൻറ്റ് അവിടുന്ന് മാറുന്നതായിരിക്കില്ല. സോ ഇതുപോലെ നമുക്കൊരു വെബ് പേജിൽ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഫിക്സഡ് ആയി കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. സോ ഉദാഹരണമായി നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരിക്കും. സോ വാട്സപ്പിൻ്റെ ഐക്കണെല്ലാം ഇതുപോലെ കൊടുക്കുന്നത്. സോ അത്തരത്തിൽ നമുക്കിത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഉദാഹരണമായി നമുക്കിവിടെ ഇതിനുള്ളിൽ നമുക്കൊരു വാട്സപ്പ് ഐക്കൺ കൊടുക്കാം. സോ ഞാനിവിടെ ഇമേജ്, ഇതിൽ ഓൾറെഡി ഒരു വാട്സപ്പ് wp.png എന്ന് പറയുന്നൊരു വാട്സപ്പ് ഐക്കൺ ഉണ്ട്. wp.png സേവ് ചെയ്യാം. സ്റ്റൈൽ നമുക്ക് ഹൈറ്റ് 50 പിക്സൽ കൊടുക്കാം. 50 പിക്സൽ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിൽ അത് വരുന്നതായിരിക്കും. ഓക്കെ. സോ നമ്മൾ ഇനി ഏതൊരു ഭാഗത്തേക്കും ഇത് നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ആ വാട്സപ്പ് ഐക്കൺ അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും. സോ ഉദാഹരണമായി നമുക്കതിൻ്റെ കളർ തൽക്കാലത്തേക്കൊന്ന് ചേഞ്ച് ചെയ്യാം. സേവ് ചെയ്യാം. സോ നിങ്ങൾക്കിവിടെ കാണാം. സോ ഒരു വാട്സപ്പ് ഐക്കൺ ഒരു മാറ്റവുമില്ലാതെ നമ്മൾ പേജ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും ഒരു ഭാഗത്ത് തന്നെ നമുക്ക് നിൽക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് പൊസിഷൻ ഫിക്സഡ് എന്ന് പറയുന്ന ക്ലാസ് നെയിം കൊടുക്കാൻ സാധിക്കും. അതുപോലെ പിന്നെ ഉള്ളതാണ് പൊസിഷൻ സ്റ്റിക്കി എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ CSSൽ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പൊസിഷൻ എത്തുമ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു എലമെൻറ്റിനെ ഫിക്സ് ചെയ്ത് നിർത്തുന്നതിനാണ് നമ്മൾ ഈ ഒരു പൊസിഷൻ ഫിക്സഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. സോ ഉദാഹരണമായി ഞാനിവിടെ ഒരു H1 ഇൻട്രൊഡക്ഷൻ എന്ന് കൊടുക്കുന്നു. ഇൻട്രൊഡക്ഷൻ സേവ് ചെയ്യാം. അതുപോലെ അതിന് താഴെ ഞാനൊരു പാരഗ്രാഫ് എലമെൻറ്റ് കൊടുക്കുന്നു. ഒരു ലോറം 200 വേർഡ്സ് കൊടുക്കുന്നു. സേവ് ചെയ്യാം. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. ഇൻട്രൊഡക്ഷൻ മുകളിലോട്ട് പോകുമ്പോൾ ഇതുപോലെ ഇൻട്രൊഡക്ഷൻ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഉദാഹരണമായി ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഈ ഒരു ഭാഗത്ത് നിൽക്കണമെന്ന് കരുതുക. ഈ ഒരു ഭാഗത്ത് ഫിക്സായി നിൽക്കണമെന്ന് കരുതുക. സ്ക്രോൾ ചെയ്ത് ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ അത് ഫിക്സായി നിൽക്കണമെന്ന് കരുതുക. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് H1 ക്ലാസ് നമ്മൾ പൊസിഷൻ സ്റ്റിക്കി എന്ന് കൊടുക്കുക. സ്റ്റിക്കി സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ H1 സ്റ്റിക്കിൽ വന്നതിന് ശേഷം H1 സെലക്ട് ചെയ്യുക. സോ ഏത് ഭാഗത്തെത്തുമ്പോഴാണ് നമുക്ക് അത് സ്റ്റിക്കിയായി നിൽക്കേണ്ടത്? സോ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ഏകദേശം ഒരു 100 പിക്സൽ. സോ ടോപ്പ് 100 പിക്സൽ എന്ന് കൊടുക്കുക. സേവ് ചെയ്യുക. ഓക്കെ. സോ ഇനി നമ്മൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ഒരു 100 പിക്സൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിനുശേഷം ആ ഒരു ഹെഡിങ് അവിടുന്ന് മാറുന്നതായിരിക്കില്ല. സോ നമുക്കിതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി കൊടുക്കാം. BG വാണിംഗ്. ഓക്കെ. സോ നമ്മൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ഒരു നമ്മൾ കൊടുത്ത 100 പിക്സൽ എന്ന് പറയുന്ന ഭാഗത്തെത്തുമ്പോൾ നമ്മുടെ ഹെഡിങ് അവിടെ സ്റ്റിക്കിയായി നിൽക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് ഇതുപോലെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ പൊസിഷൻ സ്റ്റിക്കി എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അതുപോലെ മറ്റു 2 ക്ലാസ്സുകളാണ് ഫിക്സഡ് ടോപ്പ് അതുപോലെ ഫിക്സഡ് ബോട്ടം എന്ന് പറയുന്നത്. സോ ഫിക്സഡ് ടോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫിക്സഡ് ടോപ്പ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ കണ്ടൻറ്റ് മുകളിലായിരിക്കും. നമ്മൾ എത്ര സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ തന്നെയായിരിക്കും ലഭിക്കുന്നത്. ഉദാഹരണമായി നമുക്ക് മെനു ബാർസും മറ്റും കാര്യങ്ങളെല്ലാം നമുക്കിതുപോലെ മുകളിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി നാവിഗേഷൻ. സോ ഇതുപോലെ നമുക്ക് ഫിക്സ്ഡ് ആയി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫിക്സ്ഡ് ടോപ്പ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൊടുക്കുക. അതുപോലെ നമുക്ക് താഴെയാണ് ഫിക്സ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഫിക്സ് ബോട്ടം എന്ന് കൊടുക്കുക. ജസ്റ്റ് ഫിക്സ്ഡ് ബോട്ടം എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് താഴെ ലഭിക്കുന്നതായിരിക്കും. സോ H1 ടോപ്പ് 100 പിക്സൽ. നമ്മൾ ഇതിങ്ങനെ വരാൻ കാരണം നമ്മളിവിടെ ടോപ്പ് 100 പിക്സൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൊടുത്തിരുന്നു. ഡിലീറ്റ് ചെയ്യുക, സേവ് ചെയ്യുക. സോ നമുക്ക് താഴെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ഇത് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ താഴെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ഫിക്സ്ഡ് ബോട്ടം അതുപോലെ ഫിക്സ്ഡ് ടോപ്പ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഒരു എലമെൻറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ താഴെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇവയാണ് പ്രധാനപ്പെട്ട പൊസിഷൻ ക്ലാസുകൾ. നമ്മൾ ഓൾറെഡി CSS പഠിച്ച കാര്യമാണ്. സോ നമ്മൾ വ്യത്യസ്തമായി ഇതിൽ ക്ലാസ് ടൈം കൊടുത്ത് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ.